സൂംബ ഡാൻസ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെതിരെ മുസ്ലിം സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നു. വേണ്ടവർ പരിശീലിച്ചാൽ മതിയെന്നും ആവശ്യമില്ലാത്തവർ ചെയ്യേണ്ടെന്നും ഉള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്ന മാറ്റങ്ങളെ നിരന്തരമായി മുസ്ലിം സംഘടനകൾ എതിർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്കൂൾ സമയമാറ്റത്തിലും ഈ എതിർപ്പ് പ്രകടമായിരുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിയോജിപ്പുമായി എത്തിയതോടെ സ്കൂൾ സമയമാറ്റത്തിലും ചർച്ചയാകാമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തി. നൃത്തവും സംഗീതവും ഉൾപ്പെടുന്ന സൂംബ സ്കൂൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടപ്പോൾ വീണ്ടും എതിർവാദവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൂംബ പരിശീലിപ്പിച്ചപ്പോഴാണ് മുസ്ലിം സംഘടനകൾ എതിർപ്പ് പ്രകടമാക്കിയത്. ആണും പെണ്ണും കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് സംഗീതത്തിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ കുട്ടികളെ സ്കൂളിൽ വിടില്ലെന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നത്. പിന്നാലെ ഇതിന്റെ ചുവടുപിടിച്ച് സമസ്തയും എത്തി. സൂംബ എന്നത് ആഭാസമാണെന്നും ഇത്തരം നൃത്തപരിപാടികൾ ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുമെന്നുമാണ് സമസ്തയുടെ യുവജന സംഘടനാ നേതാക്കൾ പറഞ്ഞത്. മുസ്ലിം സംഘടനകൾ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ തന്നെ വേണ്ടവർ പരിശീലിച്ചാൽ മതിയെന്നും ആവശ്യമില്ലാത്തവർ ചെയ്യേണ്ടെന്നുമുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടിയുമെത്തി. കുട്ടികളുടെ പലതരത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സ്കൂൾ വിടുന്നതിന് അരമണിക്കൂർ മുന്നേ സൂംബ ഡാൻസ് നടപ്പിലാക്കാമെന്ന ആശയം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചത്. അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ എതിർപ്പുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തു. അതിന് സർക്കാർ കീഴടങ്ങിയെന്ന സൂചനയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. ജനം, കോഴിക്കോട്.